വിശുദ്ധ ഖുർആനിന്റെ 80-ാം അധ്യായം അബസവതവല്ല എന്ന അധ്യായം അതിന്റെ 24-ാമത്തെ വചനത്തിൽ ഒരു ചോദ്യമുണ്ട്. ഫൽയൻദുരിൽ ഇൻസാൻ, ഫൽയൻദുരിൽ ഇൻസാൻ, ഇൻസാനെ, മനുഷ്യവർഗമേ, 800 കോടി ജനങ്ങളെ, പാശ്ചാത്യരെ, പൗരസ്ത്യരെ, യുക്തിവാദികളെ, നിരീശ്വരവാദികളെ, ആഗ്നേയവാദികളെ, നിങ്ങളോട് ചോദിക്കുന്നു. ഫൽയൻദുരിൽ ഇൻസാൻ, ഇൻസാനെ, മനുഷ്യ, അബ്ദുൽ ഖാദറെ, അബ്ദുൽ ജബ്ബാറെ, ആയിഷക്കുട്ടി, നീ കഴിക്കുന്ന ഫ്രൂട്ടിനെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? അന്നപാനീയങ്ങളെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഫൽയൻദുരിൽ ഇൻസാനു ഇലാ ത്വആമി അന്നാ സബ്ബ മിനൽ മാഅ സബ്ബ സുമ്മ ശഖഖനൽ അർള ശഖ്ഖ ഫഅംബത്നാ ഫീഹാ ഹബ്ബൻ വഇനബാ വഖദബൻ വസൈതൂനൻ വനഖ്ലാ വഹദായിക ഗുൽബാ വഫാകിയതൻ വഅബ്ബാ മതാഅൻ ലക്കും മതാഅൻ ലക്കും മതാഅൻ ലക്കും മതാഅൻ ലക്കും മതാഅൻ ലക്കും വലിയൻആമിക്കും. അല്ലാഹുവേ, നിന്റെ ഗ്രന്ഥത്തെ പോലെ ഒരു ഗ്രന്ഥം, മാനവരുടെ കൈകളിൽ രചിക്കപ്പെട്ട പ്രാചീനമോ അർവാചീനമായ ഒരു ഗ്രന്ഥത്തെയും ഈ കണ്ണുകൾ പ്രാപിച്ചിട്ടില്ല. അള്ളാന്റെ ചോദ്യം, നിങ്ങൾക്ക് മാതളം നൽകിയില്ലേ? നിങ്ങൾക്ക് ചോളം നൽകിയില്ലേ? നിങ്ങൾക്ക് പച്ചക്കറികൾ നൽകിയില്ലേ? നിങ്ങൾക്ക് എല്ലാ ഫ്രൂട്ടുകളും നൽകിയില്ലേ? നിങ്ങൾക്ക് വിവിധ തരം ഈത്തപ്പഴങ്ങൾ നൽകിയില്ലേ? നിങ്ങൾക്ക് ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങൾ ഉണ്ടാക്കി തന്നില്ലേ? അമ്മയതസാഅലൂൻ അനിന്നബഇൽ അദീം الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا. 7 ആകാശങ്ങളെ അവൻ ഉണ്ടാക്കി തന്നില്ലേ? പർവ്വതങ്ങൾ നിങ്ങളെയും കൊണ്ട് അളകാതിരിക്കാൻ ആണികളാക്കി, പർവ്വതങ്ങൾ ഭൂമി നിങ്ങളെയും കൊണ്ട് അളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കിയില്ലേ? ആകാശമേലാപ്പിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നില്ലേ? പകലിനെ നിങ്ങൾക്ക് അധ്വാനിക്കാനുള്ള സംവിധാനം ഒരുക്കി തന്നില്ലേ? രാത്രിയെ നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള അനുഗ്രഹമാക്കിയില്ലേ? നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചില്ലേ? ചോദ്യങ്ങളാണ്. ആരാണ് ഇതൊക്കെ ചെയ്തത് എന്ന ചോദ്യത്തിന് ലോകമേ ഒരേ ഒരു മറുപടി. അതേതാ? ലോകത്തിന്റെ തമ്പുരാൻ, നമുക്ക് ജീവനാടിയേക്കാളും അടുത്ത നമ്മുടെ തമ്പുരാൻ. ആ അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചാൽ തീർച്ചയായും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. മദ്യപിക്കരുതേ, വ്യഭിചരിക്കരുതേ എന്ന് ലോകത്തോട് പറഞ്ഞിരുന്നുവെങ്കിൽ ലോകം മാറുമായിരുന്നില്ല, ലോകം നന്നാകുമായിരുന്നില്ല, സമൂലമായ പരിവർത്തനങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല, ലോകത്തിന് വിമോചനം ഉണ്ടാകുമായിരുന്നില്ല, സാംസ്കാരിക ഔന്നിത്യത്തിന്റെ പടവുകൾ കയറി മനുഷ്യർക്ക് പോകാൻ സാധിക്കുമായിരുന്നില്ല. അല്ലാഹുവിനെ പറ്റി പഠിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ സൂറത്ത് അൻആമിലെ 93 മുതൽ 103 വരെയുള്ള ആ വാചകം, ലാ തുദ്രികുൽ അബ്സാറു വഹുവ യുദ്രികുൽ അബ്സാർ, ആ അല്ലാഹുവിനെ അവരുടെ കണ്ണുകൊണ്ട് കാണുകയില്ല. കഅല്ലം തകും തറാഹു ഫഇന്നഹു യറാക, നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, അവൻ നിന്നെ കാണുന്നു എന്ന ബോധത്തോടെ. ഈ വിശ്വാസമാണ് ആ ജനതയെ മദ്യപിക്കാതിരിക്കാൻ പ്രേരിപ്പിച്ചത്, വ്യഭിചരിക്കാതിരിക്കാൻ പ്രേരിപ്പിച്ചത്, അളവിലും ദുഃഖത്തിലും കൃത്രിമം കാണിക്കാതിരിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദ ഖാലു അലന്നാസി യസ്തൗഫൂൻ വഇദ ഖാലുഹും വസനുഹും യുഖ്സിറൂൻ അലാ യظنു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ നദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. 83-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനമാണ്. ദുബായിലും അമേരിക്കയിലും ലോകത്തിന്റെ പല ഭാഗത്തും ജോലി ചെയ്യുന്ന കാസർകോട്ടുകാരെ, അളവിലും ദുഃഖത്തിലും കൃത്രിമം കാണിക്കല്ലേ. കാരണം എന്താണ്? യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ജനങ്ങളുടെ നാഥന്റെ മുമ്പിൽ, ലോക ജനങ്ങളുടെ നാഥന്റെ മുമ്പിൽ നാളെ നീ പോയി നിൽക്കേണ്ടി വരും. അവിടെ വിചാരണയുണ്ട്, അവിടെ ഹിസാബുണ്ട്. വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, ഔലിയാക്കളിലേക്ക് മടങ്ങുമെന്നല്ല, അമ്പിയാക്കളിലേക്ക് മടങ്ങുമെന്നല്ല. യൗമൻ വത്തഖു യൗമാ, സൂക്ഷിച്ചോളൂ ഒരു ദിവസത്തെ. നിങ്ങൾ മടങ്ങുന്നുണ്ട് കേട്ടോ, പടച്ചവരിലേക്ക്, ദർഗയിലേക്കല്ല, ജാറത്തിലേക്കല്ല, ഔലിയാക്കളുടെ കറാമത്തിലേക്കല്ല. വംശു ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്കി വഇലൈഹിൻ നുശൂർ, വഇലൈഹിൻ നുശൂർ. ഓർത്തോളൂ, മടക്കം അങ്ങോട്ടാണ്. യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസകും ലാ യദുറുക്കും മൻ ദല്ല ഇദാ ഇഖ്തദൈതും ഇലല്ലാഹി മർജൂകും ജമീഅ, ഇലല്ലാഹി മർജൂകും ജമീഅ ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ മടങ്ങുമെടോ. എങ്ങോട്ട്? നിങ്ങൾ മുഴുവനും മടങ്ങുമെടോ, പടച്ചവനിലേക്ക്. അവിടെ ചോദ്യമുണ്ടോ എന്നല്ല പറയുകയാണ്. എന്നിട്ടല്ല പറഞ്ഞു, എവിടെയാ പറയുന്നത്? അല്ല, ഏതൊരു മരണത്തെ പേടിച്ചിട്ടാണോ നിങ്ങൾ ഓടുന്നത്? ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യാദൃശ്യങ്ങൾ അറിയുന്ന റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ വരും. 62-ാം അധ്യായം 8-ാമത്തെ വചനം. ആലോചിച്ചേ. സൂര്യനെ ആരാധിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ലോകത്ത്. ഇന്നും അത് തുടരുന്ന ചിലരെങ്കിലും ഉണ്ട്. പക്ഷെ ലോകം മാറി. ഋഗ്വേദം
10-ാം മണ്ഡലം 37-ാമത്തെ ശ്ലോകം 4-ാമത്തെ റിക്കിൽ ഒരു വാചകമുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോ. ഹേ സൂര്യ, ഹേ സൂര്യ, അന്ധകാരത്തെ അകറ്റിക്കളയുകയും ലോകത്തൊട്ടും വെളിച്ചം പരത്തുകയും ചെയ്യുന്ന നിന്റെ ഉജ്ജ്വലമായ പ്രകാശം ഞങ്ങളുടെ ദാരിദ്ര്യത്തെയും സ്വാർത്ഥത്തെയും ഇല്ലാതാക്കുകയും എല്ലാതരം വേദനകളെയും ദൂരീകരിക്കട്ടെ. അവിദ്യയുടെ ദുസ്വപ്നങ്ങൾ ഉച്ചാടനം ചെയ്യട്ടെ. സൂര്യനെ ആരാധിച്ചിരുന്നവർ ഭാഗ്യനക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും എന്ന് പാടിയവർ മരിച്ചിടത്തോതാനുള്ളതല്ല, ജീവിച്ചിരിക്കുന്നവർക്കുള്ളതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ എവിടെ പറയുന്നത്? വിശുദ്ധ ഖുർആനിന്റെ 36-ന്റെ 36 മുതൽ സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ച ആ റബ്ബത്ര പരിശുദ്ധൻ. അപ്പൊ ഇണകളെ സൃഷ്ടിച്ചത് ആരാ? പോസാറുകൾ, പൾസാറുകൾ, ഇലക്ട്രോണുകൾ, പോസിട്രോണുകൾ എന്ന് വേണ്ട ഏതൊക്കെ ഉണ്ടോ, നെഗറ്റീവും പോസിറ്റീവും വിരുദ്ധമായ അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുന്നതുണ്ടോ, അതിന്റെ പിന്നിലെല്ലാമുള്ള ആ പടച്ച തമ്പുരാൻ. അപ്പൊ പിന്നെ സ്റ്റീഫൻ ഹോക്കിംഗ് പറയാണ് സൂര്യൻ നശിക്കും. സ്റ്റീഫൻ ഹോക്കിംഗ് പറയാണ് സൂര്യനും ചന്ദ്രനും ഒന്നാകും. 1400 വർഷങ്ങൾക്ക് മുമ്പ് ആകാശഭൂമികളുടെ തമ്പുരാൻ പറഞ്ഞ എന്തറിയോ? സൂര്യനും ചന്ദ്രനും ഒന്നു ചേരും. സൂറത്ത് ഖിയാമ 40 വചനങ്ങളുണ്ട്, 75-ാം അധ്യായം അല്ലേ? ഒന്നാലോചിച്ചേ. സ്റ്റീഫൻ ഹോക്കിംഗ് ഈ അടുത്ത കാലത്താ പറഞ്ഞു. ISRO പറയുന്നു ഭൂമി നശിക്കും, ആകാശം നശിക്കും. എന്നിട്ടോ കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്കാ, നോക്കൂ, കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്കാ റബ്ബുക ദിൽ ജലാലി വൽ ഇക്റാം. സൂറത്ത് റഹ്മാനിലാണ് 27-ാമത്തെ വചനം. എന്തായാലും എല്ലാം നശിക്കും, അല്ലാഹുവിന്റെ അസ്തിത്വം ഒഴികെ എല്ലാം. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സൗരയൂഥങ്ങളും എല്ലാം നശിക്കും. അതുകൊണ്ട് അല്ലാഹു പറയാണ് ഈ പ്രപഞ്ചം അല്ലെ, പ്രപഞ്ച പഠനം, ആ പഠനം മനുഷ്യരെ എത്തിക്കുന്നത് സിട്ടാവായ റബ്ബിലേക്കാണ്. പ്രപഞ്ചത്തിന്റെ പഠനം മനുഷ്യനെ എത്തിക്കുന്നത് സിട്ടാവായ റബ്ബിലേക്കാണ്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന വളരെ കൃത്യമായ ഒരു ആശയമുണ്ട്. അതെന്താണ്? സൃഷ്ടി പഠനത്തിലൂടെ സിട്ടാവിലേക്ക് ചെന്ന് ചേരാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ നോക്കൂ, അതെ, ആകാശങ്ങളിലും ഭൂമിയിലും എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ, അവയെ അവഗണിച്ചുകൊണ്ട് അവർ അവരുടെ അടുത്തുകൂടി കടന്നു പോകുന്നു. ഒരു പർവ്വതത്തെക്കുറിച്ച് ചിന്തിക്കാത്തവൻ മൗണ്ടൈനിനെ ഭൂമി നിങ്ങളെയും കൊടളകാതിരിക്കാൻ ആണികളാക്കി എന്ന പ്രയോഗം ലോകത്തിലെ ഏറ്റവും വലിയ മോഡേൺ സയൻസാണ്. പർവ്വത വിജ്ഞാനീയത്തെക്കുറിച്ചുള്ള ഗംഭീരമായ സൂചനകളാണ്. അഫലാ യൻദുറൂന ഇലൽ ലിബ്ലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിയത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർദി കൈഫ സുതിഹത്. ഈ ആയത്ത് പഠിച്ച അന്ന് മുതൽ ഞാൻ യമനിൽ പോയി അവിടുത്തെ ഒട്ടകങ്ങളുടെ കൂടെ നിന്നു. ആ ഒട്ടത്തെക്കുറിച്ച് പഠിച്ചു. ഒട്ടകത്തെക്കുറിച്ച് പഠിക്കുന്നില്ലേ? അതിന്റെ നാസാരന്ധ്രത്തെക്കുറിച്ച് അത്ഭുതം, അതിന്റെ പൂഞ്ഞയെക്കുറിച്ച് അത്ഭുതം, 2 കിലോമീറ്റർ അകലെയുള്ള വെള്ളം അറിയാനുള്ള അതിന്റെ കഴിവത്ഭുതം, മരുഭൂമിയിൽ കാല് പൂണ്ടുപോകാതിരിക്കാനുള്ള അതിന്റെ സംവിധാനം, മരുഭൂമിയിലെ മരുക്കപ്പലിനെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ യാന്ത്രികതയോ ഒരു മഹാബുദ്ധിയോ അനുയോജ്യമായി HMS Beagle എന്ന കപ്പലിൽ ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ദ തിയറി ഓഫ് എവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ചാൾസ് ഡാർവിൻ അദ്ദേഹം പറഞ്ഞു, വൻകരകൾ തേടിയുള്ള എന്റെ യാത്രക്കിടയിൽ ഒരേ സ്പീസീസിൽപ്പെട്ട പല സൃഷ്ടികളെയും ആ പ്രദേശത്തിന് അനുയോജ്യമായി ഞാൻ കണ്ടു. അവിടെ ഒരു ബുദ്ധിയില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? നോക്കൂ, കാസർഗോഡ് ജില്ലയിലെ ബസ് സ്റ്റാൻഡിലോ ഒരു ബസ് സ്റ്റോപ്പിലോ നിന്നാൽ ആ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചതിന്റെ പിന്നിൽ ഒരു കൂട്ടരുണ്ടെന്ന് വിശ്വസിക്കുന്ന നാം 20 സ്ക്വയർ ഫീറ്റോ 200 സ്ക്വയർ ഫീറ്റോ ഉള്ള 2 റൂം കാണുമ്പോൾ അതിനൊരു എഞ്ചിനീയർ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നാം സൂര്യനെ 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ, അതിന്റെ 10 ഇരട്ടിയുള്ള നക്ഷത്രങ്ങൾ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ, 250 കിലോമീറ്റർ വേഗതയിൽ സെക്കൻഡിൽ സൂര്യൻ കറങ്ങുന്നതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവില്ലെന്നാണോ? മനുഷ്യരെ, നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? സെക്കൻഡിൽ നിങ്ങൾ ആലോചിച്ചേ, 40 ലക്ഷം ടൺ ഊർജമാണ് ഒരു സെക്കൻഡിൽ സൂര്യൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ എനർജി ഇല്ലേ, അത് എത്ര കാലത്തേക്കാ? സൂര്യനിൽ നിന്ന് ഒരു നിമിഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജം ഭൂമിയിൽ 10,000 വർഷത്തേക്ക്
ആവശ്യമായ വൈദ്യുതിക്ക് തുല്യമാണ് എന്നറിയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലെ ആ നിയാമകനെ ആൽബർട്ട് ഐൻസ്റ്റീനും സർ ഐസക് ന്യൂട്ടനും പറഞ്ഞ ആ പടച്ച തമ്പുരാനെയാണ് ഇസ്ലാം ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. പൂച്ചയെ കാണുമ്പോൾ, പശുവിനെ കാണുമ്പോൾ നാം അതിനെ ആരാധിക്കാറില്ല. കാരണം അത് നമുക്ക് വേണ്ടിയാണ്. സൂറത്ത് ബഖറ 29-ാമത്തെ വചനം. എന്നാൽ പശുവിന് വേണ്ടി മനുഷ്യൻ എന്ന് വന്നാൽ പശു ദൈവമാകും. പാമ്പിന് വേണ്ടി മനുഷ്യൻ എന്ന് വന്നാൽ പശു ദൈവമാകും, അത് പാമ്പ് ദൈവമാകും. മനുഷ്യന് പുല്ലുവില കൽപ്പിക്കപ്പെടും. നേരെ മറിച്ച് ഇസ്ലാം പറഞ്ഞു വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. ആദരിച്ച വർഗമാണ് മനുഷ്യൻ. ഇതാണ് അടുത്ത പോയിന്റ്. സമയത്തിന്റെ കുറവ് കൊണ്ടുള്ള അടുത്ത പോയിന്റ്, പ്രവാചകൻ വരുന്ന കാലത്ത് ഇത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് അല്ലാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചവരാണോ അവിടെ ഉള്ളത്? അല്ല, അല്ലാഹ് ഇല്ല എന്ന് വിശ്വസിച്ചവരാണോ അവിടെ ഉള്ളത്? ആരാ ഉള്ളത്? അല്ലാഹ് പറയട്ടെ ഖുർആനിൽ, അല്ലാഹുവിന്റെ ഗ്രന്ഥം 12-ാം അധ്യായം സൂറത്ത് യൂസുഫ് 106-ാമത്തെ വചനം നോട്ട് ചെയ്യണം എല്ലാവരും. വമാ യുക്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. വമാ യുക്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. ബഹുഭൂരിപക്ഷം മനുഷ്യരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അല്ലാഹുവിൽ ഒരു പങ്കു ചേർക്കുന്നുണ്ട്. അല്ലാഹ് പറയാൻ അബൂജഹൽ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അബൂജഹൽ മുശ്രിക്കായത്. മുശ്രിക്കായി ഇതെന്റെ ശരീക്കാണെന്ന് പറയും. നമ്മൾ ഗൾഫ് രാജ്യത്തൊക്കെ പറയും ഇതിന്റെ ശരീക്കാണ്. അപ്പൊ ഞാനുണ്ടാവണം, എന്റെ ശരീക്ക് ഉണ്ടാവണം. ഞാനില്ലാന്ന് വിശ്വസിച്ചാലോ നിരീശ്വരവാദിയേ ആകൂ. മുശ്രിക്കാകണോ? അബൂജഹൽ മുശ്രിക്കാണോ? എങ്കിൽ അല്ലാഹു വിശ്വസിച്ചിട്ടുണ്ട്. ഇതാണ് പോയിന്റ്. അബ്ദുള്ള എന്നുള്ള പേര് നബി ഇട്ടതാ. അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടിമ. ഖദീജ ബീവി പറയാണ് അള്ളാഹ് നിങ്ങളെ കൊയക്കൂല. ഇറാഖ് ഗുഹയിൽ പോയി വന്നപ്പോ ആ അള്ളാഹിനെ പറ്റി നബി പഠിപ്പിച്ചിട്ടുണ്ടോ ഖദീജ ബീവിനെ? ഏത് മദ്രസിലാ ഖദീജ ബീവി പഠിച്ചത്? അള്ളാഹ് നിങ്ങളെ കൈവിടൂല. ആ അള്ളാഹ് ആരാ? അവർക്കറിയുന്ന ആ അള്ളാഹ് ആരാ? ചിന്തിക്കണം, എല്ലാവരും ആലോചിക്കണം. ഇന്ന് എന്താ അവരുടെ കുഴപ്പം? എന്താ പിന്നെ അവരുടെ കുഴപ്പം? നമുക്ക് പരിശോധിക്കാം. എന്താണ് ആ ആളുകളുടെ കുഴപ്പം? എന്തായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെ കുഴപ്പം? എന്തായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. നമുക്ക് ആ വാചകത്തിലൂടെ കടന്നു പോകാം. എന്താ? ഇന്നല്ലദീൻ, അല്ലാഹ് പറയാൻ, തീർച്ചയായും അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി. അടിവരട്ടോണട്ടോ എല്ലാ മൗലിയാമാരും, എല്ലാ ഉസ്താദുമാരും, എല്ലാ ദുർവ്യാഖ്യാനക്കാരും, എല്ലാ നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരും ഈ ഖുർആന്റെ വചനം വഹാബികളുടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇറക്കിയതല്ല. ഓർത്തുകൊള്ളുക. എന്താ പറഞ്ഞു? അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു നിഷ്കളങ്കമായ കീഴ്വണക്കം. എന്താണ്? അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് നിഷ്കളങ്കമായ കീഴ്വണക്കം. കാരണം എന്താ? വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമുസ് സ്വലാ വയൂതുസ് സക്കാ വദാലിക ദീനുൽ ഖയ്യിം. അല്ലേ? ആലോചിക്കേ. സൂറത്ത് ബയ്യിന 5-ാമത്തെ വചനം. അല്ലാഹ് മാത്രമാണ്. ഇന്ന് നോക്കുങ്ങളെ, ഇന്ന് അല്ലാഹ് പറയാണ് അല്ലാഹ്ക്ക് പുറമെ വല്ലദീന ഇത്തഖദൂ, അർത്ഥം വെക്ക്, ഒരു കൂട്ടർ ഇത്തഖദൂ, അവർ ഉണ്ടാക്കി, അവർ സ്വീകരിച്ചു. എന്ത്? അല്ലാഹ്ക്ക് പുറമെ ഔലിയാക്കളെ. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ഈ ഔലിയാക്കളെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല. ഞങ്ങൾ അവരെ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തിനാണ്? കേട്ടോളൂ. ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക്. അവർ ഏതൊരു കാര്യം നോക്കൂ, അല്ലാഹുവിലേക്ക് ഞങ്ങൾ കൂടുതൽ അടുപ്പമുണ്ടാക്കാനാണ്. ആരിലേക്ക്? യേശുവിലേക്കല്ല, ഉസൈറിലേക്കല്ല, അല്ലാഹുവിലേക്ക് ഈ ആളുകൾ, ഈ ഔലിയാക്കൾ ഞങ്ങൾ അടുപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഈ ഔലിയാക്കളെ പിന്നാലെ പോയ ആളുകളില്ലേ, ഈ കുഫ്രിയത്തിൽ ജീവിച്ചവർ, അവരെ ഞാൻ വിചാരണക്ക് വിധേയമാക്കുന്ന അല്ലാഹ് പറയുന്നത്. ചിന്തിക്ക്, എന്താ അവരുടെ വാദം? സഹീഹ് മുസ്ലിം 1181-ാമത്തെ ഹദീസിൽ ഇമാം മുസ്ലിം ഇബ്നു അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. അബൂജഹലുമാരുടെ, ഹുത്ബത്തുമാരുടെ, ശൈബത്തുമാരുടെ തൽബിയത്തിനെ കുറിച്ചാണ് പറയുന്നത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് പങ്കുകാരില്ലല്ലാ. എന്നിട്ട് പറയാൻ ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരൊഴികെ. എന്താ അവരുടെ പ്രത്യേകത? ഇല്ലാ ശരീകൻ ഹുവ ലക. ആരാണ് ഈ ലക? അല്ലാഹ്. അല്ലാഹുവേ അവർ നിനക്കുള്ളവരാണ്, അവർ ഉടമ്പപ്പെടുത്തിയത് മുഴുവനും നീ കൊടുത്തതാണ്, നീ കൊടുക്കാത്തതായി അവരുടെ കൈകളിൽ ഒന്നുമില്ല. എങ്കിൽ പറയൂ, ആധുനിക സമസ്തയിലെ മുസ്ലിങ്ങളെ,
നിങ്ങളുടെ രക്ഷയോർത്ത് വയാ ഖൗമി മാലി അദൂകും ഇലൻ നജാത്ത് വതദൂനനി ഇലൻ നാർ, നരകത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാനാണ് ഈ വാചകം ഞാൻ നിങ്ങളോട് തീർത്തു പറയുന്നത്. അടുത്ത വാചകം എന്താ? വയഅബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. ഇവർ അല്ലാഹുവിന്റെ അടുത്തേക്ക് ശുപാർശ. വതിൽക സിഫാത്തുല്ലതി തഗയ്യലുഹാ ബിഅസ്നാമിഹിം അന്നഹാ തദുറു വതൻഫഉ വതശ്ഫഉ ഇൻദല്ലാഹ് ബിഗൈരി ഈദിനി. ഇമാം റാസിയുടെ ഉദ്ധരണിയാണ്. അല്ലാഹുവിലേക്ക് പറഞ്ഞ ഞങ്ങളുടെ ശുപാർശകരാണ്. അപ്പൊ അവർ അല്ലാഹുവിൽ വിശ്വസിച്ചോ? പിന്നെന്താ അവരുടെ പ്രശ്നം? സൂറത്ത് സ്വാദ് 38-ാം അധ്യായം 5-ാമത്തെ വചനം, അജഅലൽ ആലിയത ഇലാഹം വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഞങ്ങൾ ഒരുപാട് ഔലിയാക്കളെ വിളിച്ച് ദുആ ചെയ്യാറുണ്ട്. അബൂജഹൽ പറയാണ്, ഒരുപാട് ഔലിയാക്കളെ, മഹാന്മാരെ, വലിയ അല്ലാഹ്ക്ക് ഇഷ്ടമുള്ളവരെ, അവരെ ഞങ്ങൾ വിളിച്ച് ദുആ ചെയ്യാറുണ്ട്. ആ ദുആ ചെയ്യുന്നതൊക്കെ നിർത്തി വെച്ചിട്ട് അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യണം എന്നാണോ പറയുന്നത്? വല്ലാത്തൊരു ചോദ്യാത്, വല്ലാത്തൊരു ചോദ്യാത്. ഇനി ആലോചിക്ക്, ഈ അള്ളാഹിനെ കുറിച്ച് അവരുടെ ധാരണ എന്താ? അള്ളാഹ് പരമകാരുണികനാന്ന് അവർ അംഗീകരിച്ചില്ല. അള്ളാഹ് പാപം പൊറുക്കുന്നവനാന്ന് അവർ അംഗീകരിച്ചില്ല. അതുകൊണ്ട് അള്ളാഹ് വിളിച്ചു പറഞ്ഞു, റസൂലേ പറ, ലോകത്തോട് പറ. എന്ത് പറ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. എന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരായവർ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾക്ക് പുറത്തു തരില്ല, ഇടയാളന്മാരെ വേണം എന്ന് വിചാരിക്കുന്നവരോട് പറ, അവരെന്നോട് തേടട്ടെ, അവരെന്നിൽ വിശ്വസിക്കട്ടെ, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുന്ന പറ. എന്റെ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, എന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകരുതെന്ന് പറ. താവാ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ പറയുന്നുണ്ട്, തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബാ പിന്നെയും. ഇത് അപാരമായ ഒരു ആശയമാണ്. തീർന്നില്ല. ഫൈദാ റക്കിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. ഖുർആനിന്റെ 29-ാം അധ്യായം, ഖുർആനിന്റെ 39-ാം അധ്യായം, ഖുർആനിന്റെ 31-ാമത്തെ അധ്യായം. ഇതിലൊക്കെ അല്ലാഹ് പറയാ, മക്കാ മുശ്രിക്കുകൾ കടലിൽ യാത്ര പോകുമ്പോൾ കാറ്റിലും കോളിലും പെട്ട് കപ്പലാടി ഉലഞ്ഞാൽ അവർ അള്ളാഹിനെ മാത്രം വിളിക്കും. നമ്മുടെ നാട്ടിലെ ബുഖാരി തങ്ങളോ കടലിൽ വെച്ച് പിന്നെ ബദരീങ്ങളെ വിളിക്കുകയാണ് ചെയ്യുന്നത്. കാര്യങ്ങൾ നേടാൻ ബദരീങ്ങളെ വിളിക്കുകയാണ് ചെയ്യുന്നത്. കുരിശിലേറ്റപ്പെട്ട സമയത്ത് യേശുക്രിസ്തു അള്ളാഹിനോട് ദുആ ചെയ്തു. 260 കോടി ക്രിസ്ത്യാനികൾ അള്ളാഹിനെ വിട്ടു യേശുവിനോട് ദുആ ചെയ്തു. ബദറിൽ നബിയും സഹാബത്തും അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്തു. പക്ഷേ ഒന്നുകൂടി നിങ്ങൾ ഓർക്കണം, ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്താ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 മുക്കൂട്ട് ദൈവം, ഇന്നല്ലാഹ സാലിസു സലാസ. പക്ഷേ അസ്ഹരിയുടെ വിശ്വാസം എന്താ? ഹക്കീം അസ്ഹരിയുടെ വിശ്വാസം എന്താ? 313 ഇലാഹ്, അല്ലാഹ് ഉൾപ്പെടെ 314. ആലോചിക്ക്, ക്രിസ്ത്യാനികളോ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇവർക്കോ 310 ദൈവം കൂടുതലാ. ആരാ കൂടുതൽ പിഴച്ചത്? ആരാ കൂടുതൽ പിഴച്ചത്? ആലോചിച്ചോ, ചിന്തിച്ചോ. ആഖിറം വെറുതെയല്ല എന്ന് ആലോചിച്ചോളൂ. തീർന്നില്ല. ഈ അല്ലാഹുവിനെ ശരിക്കും പഠിച്ചാൽ എന്താ ഉണ്ടാവുക? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും. അല്ലാഹനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, തങ്ങന്മാരെ പറ്റി, ബീവിമാരെ പറ്റി, അനല്ലാ, ഞാനാണ് റബ്ബ് എന്ന് വരെ CM മടവൂര് പറഞ്ഞു എന്ന അതേ ഫഖാല അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് ഫിറൗൻ എന്ന കാഫിറ പറഞ്ഞത്. ഒരു പ്രവാചകന്റെ നാവിലൂടെയും ആ വാക്ക് വന്നിട്ടില്ല. ഒരു സഹാബത്തിന്റെ വാക്കിലൂടെയും ആ വാക്ക് വന്നിട്ടില്ല. ഒരു രക്തസാക്ഷിയുടെ നാവിലൂടെയും ആ വാക്ക് വന്നിട്ടില്ല. സുബ്ഹാനല്ലദീ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. ചന്ദ്രനിൽ പോയ അത്ഭുതം, സൂര്യനിൽ പോയ അത്ഭുതം, ചൊവ്വയിൽ പോയ അത്ഭുതം, 7 ആകാശവും കടന്ന് ബൈത്തുൽ മാമൂർ വരെ അള്ളാഹുവിന്റെ റസൂൽ രാപ്രയാണം പോയി. അപ്പോഴും അള്ളാഹ് പറയാ, ഇതിന്റെ അടിമയാട്ടോ, ഇതെന്റെ അടിമയാ, അതിനപ്പുറത്തേക്ക് ഉയരൂല. ഈ ഖുർആൻ അവതരിപ്പിച്ച് നിങ്ങൾക്ക് ഓതി തന്ന മുഹമ്മദ് നിരക്ഷരനായ പ്രവാചകനാണ്, എന്റെ അടിമയാ. വൈകുന്തും ഫീ റൈബിൻ മിമ്മാ നസൽന. ഞാനാണടോ ഉടമ, ഞാനാണടോ മാലിക്കുൽ മുലൂക്, ഞാനാണടോ കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവൻ. യഅലമു യഅലമു, ഞാൻ അറിയുന്നുണ്ടോ നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടം. ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ, ഞാൻ അറിയുന്നു നിന്റെ ഹൃദയത്തിന്റെ കട്ടുനോട്ടം. അല്ലാഹനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അതെ, ഫഅമ്മാമൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ. അതുകൊണ്ടാണ് ആട്ടുകട്ടിലിൽ ഇരുന്ന് ആ പെണ്ണ് പാടിയത്, ലഖത്വാല ഹാദൽ ലൈലു വജ്വദ ജാനിബുഹു. ചുറ്റും കറുത്ത് തമോമയമായി ഇരുൾമുട്ടും ഇരവിതിൽ ഏകാഗിയാണ് ഞാൻ, കൂട്ടിനൻ തോഴനില്ലായികയാൽ എൻ നിദ്ര പറന്നുപോയോ. അല്ലാഹനെ രഹസ്യമായും പരസ്യമായും
പേടിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടായി. അള്ളാഹിനെ പേടിച്ച് മദ്യം ഒഴിവാക്കി, അള്ളാഹിനെ പേടിച്ച് വ്യഭിചാരം ഒഴിവാക്കി, അള്ളാഹിനെ പേടിച്ച് പലിശ ഒഴിവാക്കി. ഇതാണ് ഇസ്ലാം അള്ളാഹുവിനെ പ്രതിഷ്ഠിക്കുക വഴി ഉണ്ടാകുന്നത്. അവിടെ അള്ളാഹ് ചോദിക്കുന്നു, ക്രൈസ്തവരോട് ചോദിക്കുന്നു, അല്ല അന്തർത്തുക്കും വിശുദ്ധ ഖുർആൻ പറയാൻ നബിയെ താക്കീത് കൊടുക്കുക. എന്ത്? അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്ന് വാദിക്കുന്നവർക്ക് താക്കീത് കൊടുക്കുക. ക്രൈസ്തവരോട് റസൂൽ ഈ യാഥാർത്ഥ്യം പറഞ്ഞു. എന്നിട്ട് റസൂൽ അവർ ഇസ്ലാം സ്വീകരിക്കാത്തതിന്റെ പേരിൽ, അവർ സത്യം സ്വീകരിക്കാത്തതിന്റെ പേരിൽ നബിയുടെ കൽബ് പിടച്ചു. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ തൃപ്തനേ അല്ല. ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുമ്പോൾ നാഥാ എനിക്ക് പരിമിതിയുണ്ട്. നിന്റെ വിഷയം ബഹ്റാൻ, അത് അവതരിപ്പിക്കാൻ ഈ വിനീതന് സാധ്യമല്ല. നാഥാ ഈ ലോകത്ത് ഏറ്റവും രസമുള്ളത് നിന്നെ കുറിച്ചും നിന്റെ റസൂലിനെ കുറിച്ചും പറയലാണ്. എനിക്കൊരു സംശയവുമില്ല. നമുക്കൊക്കെ കഴിയാതെ പോയത് എന്താ? അള്ളാഹിനെ തൃപ്തിപ്പെടുന്നില്ല. സൂറത്ത് ജിന്നിന്റെ 20 എന്റെ റബ്ബിനോടല്ലാതെ ഞാൻ ദുആ ഇറക്കില്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മുഹമ്മദ് നബി അള്ളാഹിനോടല്ലാതെ വേറെ ആരും ദുആ ചെയ്തില്ല. മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത അള്ളാഹിനോട്, കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്ത അള്ളാഹിനോട്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ കുട്ടികൾക്ക് വേണ്ടി അല്ലാത്തൊരു വലിയനോട് ചോദിച്ച ഒരൊറ്റ ആയത്ത് ഞാൻ സമസ്തക്കാരെ ഈ സ്റ്റേജിൽ വെച്ച് ഖുർആൻ സമ്മേളനത്തിൽ വെച്ച് വെല്ലുവിളിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരൊറ്റ ആയത്ത് ഒരു കുട്ടിക്ക് വേണ്ടി തേടിയത്, ഒരു അമ്പിയായിനോട്, ഒരു ഔലിയായിനോട് തേടിയത് നിങ്ങൾ കാണിച്ചു തന്നാൽ നിങ്ങൾ പറയുന്ന പണി മുജാഹിദ് പ്രസ്ഥാനം എടുക്കും. രോഗം വന്നിട്ട് ശിഫയാക്കാൻ, അല്ലെങ്കിൽ പിന്നെ അല്ലാഹുമ്മ റബ്ബന്നാസ് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? സി.എം.മടവൂരാ രോഗം മാറ്റുന്നെങ്കിൽ സി.എം.മടവൂരെ രോഗം മാറ്റണേ പറഞ്ഞാൽ പോരെ? താങ്കളാണ് രോഗം മാറ്റുന്നതിൽ ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞാൽ പോരെ? അള്ളാഹ്ക്കങ്ങ് പറഞ്ഞാൽ പോരെ? ഇതിൽ നിന്ന് അമ്പിയാക്കൾ പുറത്തല്ല, ഉള്ളില ഓലയും വിളിക്കാം, പക്ഷെ ഇലാഹാണെന്ന് വിശ്വസിക്കരുത്. ഇപ്പോഴത്തെ വാദ ഇലാഹാണ്. നമുക്ക് ഒരു അന്യ പെണ്ണിനെ ബന്ധപ്പെടും, എൻ്റെ ഭാര്യയാന്ന് കരുതിയ അവൾ അന്യ അല്ല ഉണ്ടാവുമോ? കള്ളു കുടിക്കുക, നല്ല മിൽക്ക് ജ്യൂസാ, അങ്ങനെ വിചാരിച്ച കയ്യോ പലിശക്ക് പൈസ അത് ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വേർപ്പൊയ്ക്ക് ഉണ്ടാക്കിയാന്ന് ഒരുത്തം വിചാരിച്ചോണ്ടതാവോ? ഇലാഹല്ല എന്ന് വിചാരിച്ചിട്ട് ഇലാഹിന് കൊടുക്കേണ്ട മുഴുവൻ കൊടുക്കുക. അങ്ങട്ടേലെ പൊരയിലെ പെണ്ണിന് ചുംബനം, എന്താ വിചാരം? ഭാര്യയാണ്. ഇതിന്റെ ഭാര്യ തന്നെ. ആലോചിച്ചു നോക്കണം നിങ്ങൾ, എവിടെയാണ് ഈ സമുദായം എന്ന് ആലോചിച്ചേ. അതുകൊണ്ട് നിങ്ങളോട് അവസാനിപ്പിക്കുമ്പോൾ 2 ഖുർആനുകൾ തന്നെ ഞാൻ പറയാം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു വല്ലാ തഖാഫു വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. 41 അധ്യായം 30 വചനം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ സമസ്തക്കാർക്ക് റളീതു ബില്ലാഹി റബ്ബൻ എന്ന് പറയാൻ കഴിയുമോ? നിങ്ങളത് പറയാറില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അള്ളാഹിനെ റബ്ബായി തൃപ്തിപ്പെടാത്തൊരു വർഗ്ഗമാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഈ സമ്മേളനം വിളിച്ച കാരണം എന്താ? അള്ളാഹ് പറയാ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അള്ളാഹാണ് എൻ്റെ റബ്ബ്. അത് റളീതു, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ യുഹിബ്ബുഹും കഹുബ്ബില്ലാഹ്. കണ്ടോ? അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ ഇവർ ചില ഔലിയാക്കളെ സ്നേഹിക്കും. എന്നിട്ട് അള്ളാഹ് പറയുന്നത് മുജാഹിദുകളെ കുറിച്ച്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുജാഹിദുകൾക്ക് ഏറ്റവും വലിയ ഇഷ്ടം അള്ളാഹിനോടായിരുന്നു. വല്ലാത്തൊരു വാക്കാത്. മുജാഹിദുകൾക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹിനോടായിരുന്നു. അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ അവർക്ക് ഇഷ്ടാവൂല. വൈദാ ദുഖിറല്ലദീന മിൻ ദൂനി ഇദാഹും യസ്തബ്ശിറൂൻ. അള്ളാഹിന്റെ പുറമെ ഒരു ഔലിയാനെ പറ്റി പറഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. 39 അധ്യായം 45 വചനം. ലാ ബുർഹാന ലഹു ബിഹി, അല്ലാഹുവിനെ വിളിക്കാൻ ഒരു തെളിവും ഖുർആനിലില്ല. കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനി ഫലാ യംലികൂന കശ്ഫ ദുർരിയൻകും വലാ തഹ്വീല. അല്ലാഹ് പറയാണെന്ത്? ഒന്നും അവർ ഉടമപ്പെടുത്തിയിട്ടില്ല. അല്ലാഹു കുർബ നിങ്ങൾ മാ യംലികൂന മിൻ കിത്മീർ. നോക്കൂ 35 അധ്യായം 13 വചനം. മാ യംലികൂന മിൻ കിത്മീർ. ഈത്തപ്പന കുരുവിന്റെ മുകളിലെ പാട പോലും അവർ അധീനപ്പെടുത്തിയിട്ടില്ല. പിന്നല്ലേ ആകാശഭൂമികൾ നിയന്ത്രിക്കൽ. അനമുദബ്ബിറുല്ലാലം. ഏതെങ്കിലും ഒരു നബി അനമുദബ്ബിറുല്ലാലം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വലിയ അനമുദബ്ബിറുല്ലാലം, ഒരു പച്ച കാഫിർ അള്ളാഹ് വെള്ളത്തിൽ മുക്കി ചാത്തുപോയ ഫിറൗൻ മാത്രമാണ് പറഞ്ഞത് ഞാനാ റബ്ബ്. അത് പറയുന്ന മനുഷ്യലോകത്തങ്ങളിൽ ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ. ജൂതക്കുട്ടി മരിക്കാൻ കിടക്കുന്നിടത്തേക്ക് റസൂൽ ഓടിച്ചെല്ലുക. ഇതാണ് എനിക്ക് ഈ സമ്മേളനത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളോട് പറയാനുള്ളത്. ജൂതക്കുട്ടി മരിക്കാൻ കിടക്കുക, അവിടേക്ക് റസൂൽ കയറി ചെന്നു, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, മോനെ തുഫ്ലിഹു, മോനെ ജയിക്കും, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. ഒന്നും ആരാധിക്കപ്പെട്ടുകൂടാ അല്ലാതെ, ഒരു സൃഷ്ടിയെയും ആരാധിക്കപ്പെട്ടുകൂടാ അല്ലാതെ. അത് പറ മോനെ. ആവർത്തിച്ച് പറഞ്ഞപ്പോ ഈ ജൂതക്കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, അബുൽ ഖാസിം പറയുന്നത് പോലെ ചെയ്ത മോനെ, അബുൽ ഖാസിം പറയുന്നത് പോലെ ചെയ്ത മോനെ എന്ന് ബാപ്പ സർട്ടിഫിക്കറ്റ് നൽകിയപ്പോ ഷഹാദത്ത് കലിമ ഉറക്ക ചെല്ലി ആ ചെറുപ്പക്കാരൻ ജൂതക്കുട്ടി ഇസ്ലാം സ്വീകരിച്ചു.
അശ്രുബിന്ദുക്കൾ കണ്ടടങ്ങളിലൂടെ താടിയെ നനയിപ്പിച്ച് ജുബ്ബക്കുപ്പായത്തിലൂടെ തായോട്ട് കണ്ണുനീർ ഒഴുകിയുമർ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാ നരകത്തിന്റെ അഖിലുകാരനാകാൻ, കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ അഖിലുകാരാകാൻ വിധിക്കപ്പെട്ട ഒരു മോനെ ഹിദായത്ത് നൽകി അനുഗ്രഹിച്ച അല്ലാഹ് നിനക്ക് സ്തുതി. ഈ വികാരമാണ് വിസ്തത്തിന്റെ പ്രോഫ്കോൺ നടത്തുമ്പോൾ, ഖുർആൻ സമ്മേളനം നടത്തുമ്പോൾ നമ്മുടെ വികാരം ഇതാണ്. അല്ലാഹ് നരകം നക്കി തുടക്കുന്ന ഒരുത്തനെ ഹിദായത്ത്. മൂത്താപ്പാന്റെ അടുത്ത് എന്നിരുന്നു, ഹിദായത്തിന് വേണ്ടി കെഞ്ചി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. നിനക്ക് വേണ്ടി ഞാൻ അള്ളാഹിനോട് പറയാന്ന് പറഞ്ഞു. മൂത്താപ്പ കുഫറിലായി ശിർക്കിലായി മരിച്ചപ്പോ നബി കരഞ്ഞു. വീണ്ടും ഗദ്ഗതകണ്ഠനായ നബി ഹൃദയം മിടിച്ചു. എന്താ കാരണം? അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ ജീവനൊടുക്കിയാലോ എന്ന് ചിന്തിച്ച ഈ പ്രവാചകനോട് ജിബ്രീൽ വന്നിട്ട് പറയാണ്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ് വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നബി നിങ്ങൾ ഉദ്ദേശിച്ച ഹിദായത്ത് കിട്ടൂല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് ഓരോ വ്യക്തിക്കും ഞാൻ എൻ്റെ ഹമീച്ചാനെ ഓർക്കുകയാണ്. മരിച്ചുപോയ എൻ്റെ പ്രിയപ്പെട്ട ഹമീച്ചാനെ, ദുബായിൽ നിന്ന് വരുമ്പോൾ മരിച്ചുപോയ ഹമീച്ചാനെ, എത്രയോ വീടുകളിൽ കയറി ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ച ഹമീച്ചാനെ. ഒരു പണ്ഡിതനായിരുന്നില്ല, പ്രഭാഷകനായിരുന്നില്ല, പക്ഷേ അദ്ദേഹം കാരണമായി ഹിദായത്ത് കിട്ടിയ എത്രയോ ആളുകൾ ഈ കാസർഗോഡുണ്ട്. നിങ്ങൾ പലരും നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയോട് അല്ലാഹ് പറഞ്ഞ കാര്യം എന്താ അറിയോ? വദാഇയൻ ഇലല്ലാഹ്, ജനങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദായിയ, ഖബറിലേക്കല്ല, ദർഗയിലേക്കല്ല, ഔലിയാക്കളിലേക്കല്ല, അല്ലാഹുവിലേക്ക്. 33 അധ്യായം 45-46 വചന. ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അദൂ ഇലല്ലാഹ് അദൂ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് 12 അധ്യായം 108 വചനമാണ്. അതെ, ഉദൂ ഇലാ സബീലി റബ്ബിക, നിന്റെ റബ്ബിലേക്കാണ് ക്ഷണിക്കേണ്ടത്. 16 അധ്യായം 125 വചനമാണ്. ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ ഇല്ലല്ലദീന ളലമു മിൻഹും വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലൈക്കും വഇലാഹുനാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. ഖുർആന്റെ 29 അധ്യായം 46, ഖുർആന്റെ 3 അധ്യായം 64. ഹാദാ ബലാഉൽ ലിന്നാസ് വലിയുൻദറു ബിഹി വലിയഅലമു അന്നമാ ഹു ഇലാഹുൻ വാഹിദ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സൂറത്ത് ഇബ്രാഹിം 52 വചനം, സൂറത്ത് മുഹമ്മദ് 19 വചനം. അല്ലാഹുവിനെ പരിചയപ്പെടുത്തുകയല്ലാതെ വേറൊരു ദൗത്യം നമുക്കില്ല. അല്ലാഹുവിനെ പറ്റി നിരന്തരമായി പറയുക, അല്ലാഹുവിനെ പറ്റി ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന കൂട്ടായ്മയാവുക. ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ്, ന്യൂനപക്ഷം സത്യത്തിലുറച്ചുക്കും. നാം എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ടാറ്റക്കും ബിർലക്കും അംബാനിക്കും അല്ല കൊടുക്കാത്ത ഹിദായത്ത്, ഇബ്രാഹിം നബിയുടെ ബാപ്പാക്ക് അല്ല കൊടുക്കാത്ത ഹിദായത്ത്, നൂഹ് നബിയുടെ ഭാര്യക്കും കുട്ടിക്കും അല്ല കൊടുക്കാത്ത ഹിദായത്ത്. മുസൽമാനെ, അല്ല നമുക്ക് തന്നു കഴിഞ്ഞു. ആ ഹിദായത്തിന് നന്ദി കാണിക്കേണ്ട. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അതെ, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഹാദാ മിൻ ഫദ്ലി റബ്ബി ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. ഇതെന്റെ റബ്ബ് തന്നതാ, ഈ നിയമത്തൊക്കെ എൻ്റെ റബ്ബ് തന്നതാ. അതുകൊണ്ട് ജാഫർ ബിൻ അബി താലിബിനെ പോലെ, നേഗസിന്റെ ചക്രവർത്തിയുടെ മുമ്പിൽ പോയവരെ പോലെ, അബൂ സുഫിയാന്റെ മുമ്പിൽ വെച്ച് ചോദ്യമുണ്ടായ പോലെ ഈ പടച്ചവനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു കൂട്ടായ്മയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അത് ലോകത്ത് പ്രസരിപ്പിക്കുന്ന പ്രകാശം അള്ളാഹുവിന്റെ ദിവ്യകിരണങ്ങളുടെ പ്രകാശമാണ്, അള്ളാഹു അവതരിപ്പിച്ച ദിവ്യ സൂക്തങ്ങളുടെ പ്രകാശമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങളുടെ ഹൃദയങ്ങൾ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? നിങ്ങൾ എന്താ തുറക്കാത്തത്? തുറക്കുക മനുഷ്യരെ. ഇത് ഇവിടെ നിന്നൊരു പ്രഖ്യാപനം കൂടി നാം എല്ലാവരും പ്രഖ്യാപിക്കുക. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അടിമകളെ നിങ്ങൾക്ക് അല്ലാഹ് പോരെ, മതി എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അല്ലാഹ് നീ മതി. ലോകത്തെ നിയന്ത്രിക്കുന്ന അല്ലാഹ്, ലോകത്തെ ശിഫയാക്കുന്ന അല്ലാഹ്, എല്ലാ അനുഗ്രഹം നൽകുന്ന അല്ലാഹ്, ഉപജീവനം നൽകുന്ന അല്ലാഹ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ലോകത്തെ സകല ജീവജാലങ്ങളുടെ ഉപജീവനവും ഏറ്റെടുത്ത അല്ലാഹ് നീ മതി ഞങ്ങൾക്ക്. ഞങ്ങൾ നിന്നിൽ തൃപ്തനാണ്. റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ. വിശുദ്ധ ഖുർആനിൽ നിന്ന് അല്ലാഹുവിനെ ചെറുതായി ഞാനൊന്ന് പരിചയപ്പെടുത്തി. വലുതായി പഠിക്കുക, മനസ്സിലാക്കുക, ചിന്തിക്കുക, അഗാധമായി ചിന്തിക്കുക, അഗാധമായി ചിന്തിക്കുക.